ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വീട്ടിൽ അല്പസമയം മുൻപ് ഒരു വമ്പൻ അടി നടന്നിരിക്കുകയാണ്. അടി നടന്നിരിക്കുന്നത് മറ്റാരുമല്ല, ജിഷിനും അഭിലാഷും തമ്മിലായിരുന്നു. അടിയുണ്ടാവാനുള്ള പ്രധാന കാരണം കോഫി പൗഡർ തീർന്നുപോയെന്ന് ചൊല്ലിയാണ്. ബിന്നിയാണ് കിച്ചൺ ക്യാപ്റ്റൻ, ഒനിയിലെ മെയിൻ ക്യാപ്റ്റനുമാണ്. പക്ഷേ കോഫി പൗഡർ എങ്ങനെ തീർന്നു പോയി എന്നുള്ളത് ബിന്നിക്ക് അറിയില്ല. അതായത് ഇന്നലെ രാത്രി ഒനിയിലും ഷാനവാസും അക്ബറും ജിഷിനും കൂടി അനുമോളോട് കോഫി ഇട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കോഫി ഇട്ട് ഇവരെല്ലാവരും ചേർന്ന് കുടിക്കുന്നു. ഏറ്റവും അവസാനം കുറച്ചെന്തോ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ കോഫി പൗഡർ. അപ്പോൾ ഈ കോഫി പൗഡർ തീർന്നതിനെക്കുറിച്ച് ബിന്നിയോട് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദിലയോടും നൂറിയോടും മാത്രമേ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ബിന്നിന്ന് രാവിലെ എഴുന്നേറ്റ് കോഫി ഇടാനായിട്ട് നോക്കുന്ന സമയത്ത് കോഫി പൗഡർ ഇല്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ചോദിച്ച ഒന്നും രണ്ടും പറഞ്ഞ് അത് വലിയൊരു രീതിയിലുള്ള വഴക്കിലേക്ക് എത്തുകയാണ്. ഈ വഴക്കിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും ഇതിൽ ഇടപെടുന്നു. അങ്ങനെ വീട്ടിൽ വലിയൊരു സംഘർഷാവസ്ഥ, അല്ലെങ്കിൽ വീട് തന്നെ ഒരു രണ്ട് വിഭാഗമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ വിഷയത്തിന്മേൽ ഷാനവാസ് തൻ്റെ അഭിപ്രായം പറയുകയാണ്. ഷാനവാസ് അഭിപ്രായം പറയുന്ന സമയത്ത് ഒന്ന് അറിയാതെ ചിരിച്ചുപോയി. പുറകെ ജിഷിനും വരുന്നുണ്ടായിരുന്നു. ജിഷിനും ഇത് കേൾക്കുന്ന സമയത്ത് ചിരിക്കുന്നു. ഉടനെ അഭിലാഷ് പറയുകയാണ്, ഇവന്മാരാടാ കോഫി പൗഡർ എടുത്തത്. ഇവന്മാർ ചിരിക്കുന്നുണ്ട്, ഇവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവരുടെ മുഖത്ത് കള്ളത്തരമുണ്ട് എന്നുള്ളതൊക്കെ ഒനീലിനോട് പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്ത കാര്യം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബിക്ക് നേരെ ജിഷിൻ കൈ ചൂണ്ടുന്നു. അപ്പോൾ തന്നെ ജിഷിന് നേരെ അബി നേരോട്ട് പോയിട്ട് പറയുകയാണ്, എനിക്ക് നേരെ കൈ ചൂണ്ട, നീ ആരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യം കൈ ചൂണ്ടി സംസാരിച്ചവർ പിന്നീട് ഉന്തും തള്ളും എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. അതായത് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ സ്പോട്ട് എവിക്ഷൻ അല്ലെങ്കിൽ സ്പോട്ട് എവിക്റ്റഡ് ആക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇവർ എത്തി. കാരണം ബിഗ് ബോസ് പോലും ഒരുപക്ഷെ ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ടാകും ഇവരുടെ ഈ ഒരു ഫൈറ്റ് കണ്ടിട്ട്. കാരണം ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. രണ്ടുപേരുടെയും മുഖത്തുള്ള മുഖഭാവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമായിക്കോട്ടെ, അഗ്രസീവ്നെസ് ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, പക്ക ഒറിജിനാലിറ്റി ആയിരുന്നു ഇവരുടെ ആ ഒരു ഫൈറ്റിൽ. സത്യത്തിൽ ആദ്യം കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഇവർ സത്യത്തിൽ അവിടെ ഒരു ഫൈറ്റ് നടത്തുകയാണ് എന്നുള്ളത്. പക്ഷേ അതിഗംഭീരമായ ഒരു അടി തന്നെയായിരുന്നു. കുറച്ച് ബിഗ് ബോസ് അല്പസമയം ഒന്ന് വൈകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഉന്തും തള്ളുമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഷാനവാസും അക്ബറെല്ലാം ഇവരെ രണ്ടുപേരെയും പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് ഒരു കോഫി പൗഡറിന് വേണ്ടിയാണോ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അനുമോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അബിയാണ് ആദ്യം ജിഷിനേട്ടനെ പുറത്ത് ജിഷിനേട്ടനെ പിടിച്ച് തള്ളിയത്, ഉന്തിയത് എന്നുള്ളതൊക്കെ. അപ്പോൾ നേരെ അനുമോൾക്ക് നേരെയും ഈ പറഞ്ഞ അഭിലാഷ് ദേഷ്യം കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് രണ്ടുപേരോടും അവിടെ നിന്നും പറയുകയാണ്, രണ്ടുപേരും മാറി നിൽക്കുക എന്ന് പറയുന്നു. ശേഷം കൺഫെഷൻ റൂമിലേക്ക് വരാനായിട്ട് പറയുന്നു. കൺഫെഷൻ റൂമിലേക്ക് വന്നതിന് ശേഷം അവരോട് പറയുകയാണ്, എന്താണിത്, എനിക്ക് ഇന്ന് ആകെ ഒരു ദിവസമാണ് ലീവ് ഉള്ളത്, എന്നെ ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലല്ലോ, ഞാൻ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു ഫൈറ്റ് കേട്ടിട്ട് ബിഗ് ബോസ് പോലും ഞെട്ടി എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങൾ അല്പം മുൻപ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പ്രാങ്ക് ആണ് എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് അത് കണ്ടില്ലായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല, ഇവർ പ്ലാൻ ചെയ്യുന്നതൊന്നും ഞാൻ ലൈവിൽ കണ്ടില്ല. ഒരു പക്ഷേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം. അങ്ങനെ ബിഗ് ബോസിനോട് ഇത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പോയിക്കോളാൻ പറയുന്നു. പക്ഷേ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ വഴക്കിലൂടെ ദോഷമൊന്നും ഉണ്ടാവരുത് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു പ്രാങ്ക് നടത്തിയതാണ് എന്നുണ്ടെങ്കിൽ വീട്ടുകാരിൽ 2-3 പേർക്കൊക്കെ അറിയുമായിരുന്നു ഇവർ പ്രാങ്ക് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഇവരുടെ പ്രാങ്ക് ആണ് ഇത് എന്നത്. പക്ഷേ പ്രാങ്ക് ആണെന്ന് കണ്ടാൽ പറയുകയില്ല, അത്രമാത്രം ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അഭിലാഷിൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അഭിലാഷ് പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായ ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അഭിലാഷ് അനാവശ്യ കാര്യങ്ങൾക്കും ആവശ്യ കാര്യങ്ങൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ ശബ്ദം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ജിഷിനുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നത് ഞാൻ പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അങ്ങനെ ജിഷിനും വിട്ടപുള്ളിയൊന്നുമല്ല, ജിഷിനും അത്യാവശ്യം നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ അഗ്രസീവ്നെസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ 2 അഗ്രസീവ്നെസ് ഉള്ള 2 വ്യക്തികൾ, അല്ലെങ്കിൽ 2 ഷോർട്ട് ടെമ്പേർഡ് ആയ വ്യക്തികൾ ഒന്ന് ചേർന്നപ്പോഴുള്ള പുകിലാണ് ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടത്. എന്തായാലും
സംഗതി കിടു തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫൈറ്റ് ഇതെങ്ങാനും ഒറിജിനൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിഷിൻ അല്ലെങ്കിൽ അഭിലാഷ് ഇവരിൽ രണ്ടാളിൽ ആരെയെങ്കിലും ഒരാളെ ഒരു വ്യക്തിയെ ബിഗ് ബോസ് സ്പോട്ട് എവിക്ഷൻ നടത്തിയിട്ടുണ്ടാകുമെന്ന്. അത്രത്തോളം ഗംഭീരമായിരിക്കുന്നു, അത്രത്തോളം രോഷാകുലമായ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു നമുക്കിന്ന് ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത്. മറ്റൊന്ന്, ചില അൺഒഫീഷ്യൽ സൈറ്റുകളിലെയും ചില റൂമേഴ്സ് എന്നോണം അഭിലാഷ് ഈ വീക്ക് എവിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നു. പക്ഷേ ഇത് കൺഫേം ന്യൂസ് അല്ല. ചില അൺഒഫീഷ്യൽ സൈറ്റുകളിൽ പറയപ്പെടുന്നുണ്ട് അഭിലാഷ് ഈ വീക്ക് പുറത്തു പോകും എന്നത്. സോ നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.